ഇസ്ലാമിക്കാർ എന്ന് അങ്ങനെ പറയട്ടെ. ശരി, ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നതിനാ ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലേ? ആർക്കാ കാണാത്തത്? നിങ്ങൾക്ക് തന്നെ അസ്വസ്ഥത. നിങ്ങളുടെ ഇത്രയും കാലത്തെ നിങ്ങളുടെ പത്രപ്രവർത്തനം നിങ്ങൾ എടുത്തു നോക്ക്. അസ്വസ്ഥത മാത്രമേ നിങ്ങളുടെ മുഖത്തുള്ളൂ. ആളുകൾ ഇങ്ങനെ വിലയിരുത്തുന്ന ഒരു പ്രവർത്തക, ഒരു മാധ്യമ പ്രവർത്തക ആർക്കാ അറിയാത്തത്? നിങ്ങളുടെ ചാനൽ ഡിബേറ്റിൽ തന്നെ നിങ്ങൾ കേൾക്കുന്നല്ലേ? എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു 2 മിനിറ്റ് എങ്കിലും എനിക്ക് താ. ഒരു 2 മിനിറ്റ്. നിങ്ങളൊരു വിഷയമാണ്. ബോധപൂർവമായി ചർച്ചയെയും ഇവിടെയുള്ള അജണ്ടകളെയും എല്ലാം വി.ഡി. സതീശൻ അനുകൂലമാക്കി കൊണ്ടുപോകാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. നടക്കില്ല. പക്ഷേ എനിക്കൊരു 2 മിനിറ്റ് താ. 2 മിനിറ്റ് ഞാനും പറയട്ടെ. ഇന്നത്തെ ചർച്ച എന്താ? പ്രധാനമായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല, അവരതിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് വി.ഡി. സതീശൻ പറയാ. ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയാ. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ ഏതെങ്കിലും സമയത്ത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവര് നേരത്തെ മതസംഘടനയായി പ്രവർത്തിച്ചവരാണ്, മതസംഘടനകളായി മാത്രം പ്രവർത്തിച്ചവരാണ്. ആ സമയത്ത് അവരുടേതായ നിലപാടുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയും, അവർ പിന്തുണ കൊടുക്കും. എന്നാൽ അവരിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയായി, ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് വരുന്നവരാ. അങ്ങനെ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ മൗദൂദിയെ തള്ളി പറയാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയേണ്ടതിന് പകരം വി.ഡി. സതീശൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനെയല്ല ഈ കേരളം ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും മറുഭാഗത്ത് RSSും പ്രവർത്തിക്കുമ്പോ ഇവിടെ ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ആക്കം കൂട്ടില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഇങ്ങനെയുള്ള സകലരും കൂടി ചേർന്ന് ഒരു ഭാഗത്ത് അണിനിരക്കട്ടെ. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വർഗീയവാദികളുടെ കേന്ദ്രീകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും അതിനെല്ലാം മറികടക്കാൻ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷ ബോധ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളിപ്പോ കുറിച്ച് ഞാൻ പറഞ്ഞു, PDP ഈ രാജ്യത്ത് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? PDPക്ക് പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് അവരുടെ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ ഏതെങ്കിലും ഒരു പിൻബലം അവർക്കുണ്ടോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗത്തിൽ വന്ന ചില പരാമർശങ്ങൾ അത് തീവ്ര നിലപാട് മുന്നോട്ട് വെക്കുന്നതായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. ആ തീവ്ര നിലപാടിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്ന തീവ്ര നിലപാട് ഉയർത്തിപ്പിടിച്ച് പ്രസംഗങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിനെ ഈ നാട് തിരിച്ചറിയുകയും അന്ന് ഞങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ഈ പറഞ്ഞ നിയമ നടപടികളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതിൽ ഒരു പങ്ക് ഞങ്ങളും വഹിച്ചിട്ടുണ്ട്. എല്ലാം തർക്കമില്ല. ആ സമയത്ത് PDPയെ കൂടെ കൂട്ടിയവര് ആരാ? UDF ഞങ്ങൾ തള്ളിപ്പറഞ്ഞതാ. എന്നാൽ അതിനുശേഷം മാനസാന്തരപ്പെട്ട് ആവർത്തിച്ച് പശ്ചാത്തപിച്ച് പറഞ്ഞു എന്റെ പ്രസംഗങ്ങളിലെ അപകടത്തെക്കുറിച്ച് ഈ നാടിനെ ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അബ്ദുൽ നാസർ മദനി. എന്നാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ ഒരു തീവ്രവാദ മുഖമില്ല, അവരില്ല എന്ന് വ്യക്തമാക്കി തന്നെ അവർ പറയും. ഒരു സെക്കുലർ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഈ കേരളത്തിലോ ഇന്ത്യയിലോ ആർക്കെങ്കിലും ഉണ്ടോ? ഇന്ന് വി.ഡി. സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം എന്ന ആ നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി, അതിൽ നിന്നൊക്കെ എത്രയോ പുറകോട്ട് പോയി എന്നുള്ളതാ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ വിളിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഫോണിൽ കണക്ട് ചെയ്യാലോ, ഒന്ന് ചോദിക്കുക, അവരൊന്ന് പരസ്യമായിട്ട് പറയട്ടെ. ഈ ചർച്ചയിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ മതരാഷ്ട്രവാദികളല്ല ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന്? അങ്ങനെ പറയട്ടെ. ശരി.